നമുക്കടുത്ത പഠിക്കാനുള്ളത് മൾട്ടിപ്ലക്സറാണ്. തിയറിയിൽ ഒരു 3 പോയിൻറ്റ്സ് നോക്കാം. മൾട്ടിപ്ലക്സർ ഈസ് എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് യൂസ് ടു സെലക്ട് ഓൺലി വൺ ഇൻപുട്ട് എമംഗ് സെവറൽ ഇൻപുട്ട്സ് ബേസ്ഡ് ഓൺ സെലക്ഷൻ ലൈൻ. എന്ന് വെച്ചാൽ മൾട്ടിപ്ലക്സർ എന്ന് മീൻ ചെയ്യുന്നത് ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. അതിനകത്ത് കുറേ ഇൻപുട്ട് നമുക്ക് കൊടുക്കാം, പക്ഷേ ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. ഔട്ട്പുട്ട് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സെലക്ഷൻ ലൈൻസ് ഉണ്ട്. അതിനകത്ത് സെലക്ഷൻ ലൈൻസ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഇൻപുട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. ദിസ് ക്യാൻ ആക്ട് ആസ് എ ഡിജിറ്റൽ സ്വിച്ച്. അതുകൊണ്ട് അതൊരു ഡിജിറ്റൽ സ്വിച്ചായിട്ട് പറയുന്നു. എന്ന് വെച്ചാൽ കുറേ ഇൻപുട്ടുണ്ട്, സെലക്ഷൻ ലൈൻസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഔട്ട്പുട്ട് എടുക്കുന്നു. ആൻഡ് ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഡാറ്റ സെലക്ടർ. എന്ന് വെച്ചാൽ 3-4 ഇൻപുട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻപുട്ട് മാത്രം ഔട്ട്പുട്ട് കിട്ടാനുള്ളതാണ് നമ്മൾ പറയുന്നത് ഡാറ്റ സെലക്ടർ. കുറേ ഡാറ്റയ്ക്കകത്ത് നമ്മളൊരു ഡാറ്റ മാത്രം സെലക്ട് ചെയ്യുന്നു. ഫോർ എ മക്സ് ദെയർ ക്യാൻ ബി 2n ഇൻപുട്ട്സ്. അത് ജനറൽ ടേമാണ്. എന്ന് വെച്ചാൽ ഒരു മക്സിനകത്ത് 2n ഇൻപുട്ടും അതിനകത്ത് സെലക്ഷൻ ലൈൻസ് 2n. ആ n എന്ന് പറയുന്നതാണ് സെലക്ഷൻ ലൈൻസ്. ആൻഡ് ഓൺലി 1 ഇൻപുട്ട്. അതിനകത്ത് നിന്ന് ഒരു ഔട്ട്പുട്ടും കാണും. നമുക്ക് ആ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ഇൻപുട്ടാണ് D0, D1, D2 അപ് ടു d ഇൻറ്റു 2n-1, d2n-1ഉം സെലക്ഷൻ ലൈൻസ് S1, S2 അപ് ടു Sn-ഉം. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് 2n-1 മക്സ് ആണ്. ഔട്ട്പുട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടി, y കിട്ടി. അപ്പോൾ ഓർക്കുക, കുറേ ഇൻപുട്ട് കാണും. സെലക്ഷൻ ലൈൻസും ബേസ്ഡ് ഓൺ 2n-1 ആയിരിക്കും സെലക്ഷൻ ലൈൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ അതിനകത്ത് നിന്ന് ഒരു ഔട്ട്പുട്ട് മാത്രമേ കാണൂ. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലമായിട്ട് 2x1 അല്ലെങ്കിൽ 2x1 മക്സ് ഡിസൈൻ നോക്കാം. 2x1 മക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫിഗർ നോക്കി മനസ്സിലാവും. 2 ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു, D0യും D1ഉം. പിന്നുള്ളത് ഒരു സെലക്ട് ലൈൻ, പിന്നുള്ളത് ഒരു ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഈ 1 സെലക്ട് ലൈൻ കിട്ടിയത്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. മുകളിലത്തെ ആയിട്ട് ഞങ്ങൾ മുകളിലത്തെ ഫിഗർ എഴുതിയിരിക്കുന്നത് 2n-1. ഇവിടെ എന്ന് പറഞ്ഞാൽ 2x1 മക്സ്. n ഇവിടെ എന്ത് കിട്ടി? 1 കിട്ടി. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് എഴുതിയത്? ഓൺലി 1 സെലക്ട് ലൈൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് സെലക്ട് ലൈൻസ് 1 മാത്രമേ ഉള്ളൂ. അതാണ് 2n=2 ആണ്. n 1 കിട്ടി. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, n എന്ന് പറയുന്നതാണ് സെലക്ട് ലൈൻസ് S1, S2 അപ് ടു Sn. ഇതൊരു ജനറൽ ബ്ലോക്ക് ഡയഗ്രമാണ് 2x1 മക്സിൻ്റെ. 2 ഇൻപുട്ട് D0, D1, ഒരു സെലക്ട് ലൈന്, ഔട്ട്പുട്ട് y. അടുത്ത ട്രൂത്ത് ടേബിൾ. വി നീഡ് ടു കൺസിഡർ സെലക്ട് ലൈൻസ് ആസ് ഇൻപുട്ട് ബിക്കോസ് ഔട്ട്പുട്ട് ഈസ് ക്ലിയർലി ഡിപ്പെൻഡ് ഓൺ സെലക്ഷൻ ലൈൻ. മക്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സെലക്ട് ലൈൻസിനെയാണ്. ഇപ്പോൾ 2 ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, 0 and 1. അപ്പോൾ സെലക്ട് ലൈൻ ഈസ് എയ്തർ 0 or 1. ഇപ്പോൾ 2 ഇൻപുട്ട് ഉണ്ടെന്ന് ചോദിക്കുക, 0 and 1. നമ്മൾ സെലക്ട് ലൈൻ കൊടുത്തു. സെലക്ട് ലൈൻ ഞാൻ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, കാരണം 0 മാത്രം സെലക്ട് ചെയ്യും. എന്നാൽ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ സെലക്ട് ലൈൻസ് 1 ആണെങ്കിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എനിക്ക് 1 കിട്ടും. അതാണ് സെലക്ഷൻ ലൈൻ ഈസ് എയ്തർ 0 or 1. അത് ആ കേസിൽ വരുന്നത് 2x1 മക്സിലാണ് വരുന്നത്. 2 ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, ഒരു സെലക്ട് ലൈൻ. അടുത്ത് സെലക്ഷൻ ലൈൻസ് നമുക്ക് നോക്കാം. സെലക്ഷൻ ലൈന് 0 ഉണ്ട്, 1 ഉണ്ട്. സെലക്ഷൻ ലൈന് 0 ആണെങ്കിൽ അത് D0 സെലക്ട് ചെയ്യും. നിങ്ങൾ ഫിഗർ നോക്കുക. ഇഫ് സെലക്ഷൻ ലൈൻ 0 ആണെങ്കിൽ D0 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതേസമയം സെലക്ഷൻ ലൈന് 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് D1 ആയിരിക്കും. അതാണ് ഈ ട്രൂത്ത് ടേബിൾ എഴുതിയിരിക്കുന്നത്. സെലക്ഷൻ ലൈൻ 0, ഔട്ട്പുട്ട് D0. സെലക്ഷൻ ലൈൻ 1, ഔട്ട്പുട്ട് D1. ഇഫ് സെലക്ഷൻ ലൈൻ 0, വാട്ട് എവർ ദ ഡാറ്റ ഇൻ D0 ദാറ്റ് വിൽ കംസ് ഇൻ ഔട്ട്പുട്ട്. സെലക്ഷൻ ലൈൻ 0 ആണെങ്കിൽ D0യിൽ എന്ത് ഡാറ്റയാണോ അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇഫ് ദ സെലക്ഷൻ ലൈൻ ഈസ് 1, സെലക്ഷൻ ലൈൻ 1 ആണെങ്കിൽ D1ൽ എന്ത് ഡാറ്റയാണോ അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നമുക്കിനി അടുത്ത എക്സ്പ്രഷൻ എഴുതാം. ഫ്രം ദ ട്രൂത്ത് ടേബിൾ. ഈ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. y എന്ത് എഴുതാം? D0 × S ബാർ. ഈ ജസ്റ്റ് നോക്കുക. D0 സെലക്ഷൻ ലൈൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് D0യും 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് D1 കിട്ടും. അങ്ങനെ നമ്മൾ എഴുതുന്നത് y D0. 0 ആയതുകൊണ്ട് S ബാർ കൊടുത്തു. D0 × S ബാർ പ്ലസ് D1 × S. നോക്കുക, D1 × S. ഇനി നമ്മൾ ട്രൂത്ത് ടേബിളിൽ എഴുതുകയാണ്. എക്സ്പ്രഷൻ ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. നമ്മളൊരു സെലക്ട് ലൈൻ കൊടുത്തു S,
D1 കൊടുത്തു, D0 കൊടുത്തു. ഇവിടെ നമുക്ക് എക്സ്പ്രഷൻ നോക്കി അറിയാം D0 ഇൻറ്റു എസ് ബാർ ഉണ്ട്. ഞാൻ അതുകൊണ്ട് എന്തെഴുതി? എസിന് പകരം ഒരു എസ് ബാർ എഴുതി, എസിൻ്റെ കൂടെ എസ് ബാർ കൊണ്ട് എഴുതി. അതുപോലെ D1ഉം D0 എടുത്തു. അവിടെ നിന്ന് നമ്മൾ D0 ഇൻറ്റു എസ് ബാർ, D0യും എസ് ബാറും ആൻഡ് ഗേറ്റ് ചെയ്തു. D1 ഇൻറ്റു എസ്, D1ഉം എസും ആൻഡ് ഗേറ്റ് ചെയ്തു. അത് രണ്ടും കൂടെ എന്ത് ചെയ്തു? ഓർ ചെയ്തു. അങ്ങനെയാണ് y ഈക്വൽ ടു D0 ഇൻറ്റു എസ് ബാർ പ്ലസ് D1 ഇൻറ്റു എസ്.